ഞാനിപ്പോ പറയാൻ പോകുന്ന സ്റ്റോറി ഈ സ്കൂളിൽ മാറി പഠിക്കുന്നവർക്ക് ചെറുതായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ കുട്ടി സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ LKG തൊട്ട് ഇത്രയും വരെ ഈ 1ാം ക്ലാസ് വരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടാവില്ലേ, അവരൊരു ഗ്യാങ്ങാ. ആ ഗ്യാങ്ങിലേക്ക് പുതിയൊരു കുട്ടി വരുമ്പോൾ എന്തായാലും ആ കുട്ടി അവിടെ ഒറ്റപ്പെടാതിരിക്കാൻ പിന്നെ ആ ഗ്യാങ്ങിലെ കുട്ടികളെ ഈ കുട്ടീനെ ആ ഗ്യാങ്ങിലേക്ക് ചേർത്തണം. അതില്ല. അങ്ങനെ ഈ കുട്ടി സത്യം പറഞ്ഞ ഭയങ്കര ഒറ്റപ്പെടൽ അനുഭവിച്ചു. അങ്ങനെ ആ കുട്ടിക്ക് അവിടെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കിട്ടി. ഫ്രണ്ട്സിനെ കിട്ടിക്കഴിഞ്ഞിട്ടും ഈ ബാക്കി ഒരു ഗ്രൂപ്പ്, ഒരു ഗ്യാങ് ഉണ്ട്. ചിലർക്ക് ഉണ്ടാവില്ല ഇങ്ങനെ കുത്തി നോവിക്കാന്നൊക്കെ പറയില്ലേ, ചിലവര് കുത്തി നോവിക്കുന്ന പോലെ ആ കുട്ടീനെ ഒറ്റപ്പെടുത്തിട്ട് അതിന്റെ സുഖം കണ്ടനുഭവിക്കുന്നവരുണ്ടായിരിക്കും. ആ ഒരു രീതിത്തെ കുറച്ച് ആൾക്കാരെ ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെ ഈ കുട്ടി ഇപ്പോ വേറെ കുട്ടികളായിട്ട് കമ്പനി ആയാലും ആ കുട്ടീനെ അവരെ ആ ഗ്രൂപ്പിൽ നിന്നും ഇവരെന്ത് ചെയ്യും, ഒറ്റപ്പെടുത്തും. എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട്. കുട്ടി ഇതൊന്നും ടീച്ചേഴ്സിനോടും പറഞ്ഞിട്ടില്ല, കുട്ടിയുടെ അമ്മനോടും വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല. ഒക്കെ ഉള്ളിൽ ഒതുക്കുന്ന ആ ഒരു പ്രകൃതം. ഈ ഗാങ്ങിന് മാത്രമുള്ള പ്രശ്നം, ബാക്കിയുള്ള കുട്ടികൾക്കൊന്നുമില്ല. നീ വെച്ചാൽ കളിക്കാൻ കൂട്ടത്തില്ല. ഫുഡ് കഴിക്കുമ്പോ അവര് ഫുഡ് കഴിക്കല്ലോ, അപ്പൊ അവരെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. ഈ കുട്ടീന്റെ കൊടുത്താലും വാങ്ങൂല, ഈ കുട്ടിക്ക് കൊടുക്കും ചെയ്യില്ല. ഇതൊക്കെ ആ സത്യം ആ കുഞ്ഞു കുട്ടിയുടെ മനസ്സിൽ ഒന്ന് പറയാം, ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ടാവും ആ കുട്ടിക്ക് ഇപ്പോഴും അത് മറക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ മറക്കാൻ നമ്മൾ പറയും, നമുക്കിപ്പോ എന്ത് പറ്റില്ല, കുഞ്ഞു മുറിവാണെങ്കിൽ പോലും നല്ല പെയിൻ ഉണ്ടാവും. പക്ഷെ ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മനസ്സിനേറ്റുന്ന മുറിവിനെ എത്ര നമ്മൾ മറക്കാൻ ശ്രമിച്ചാലും അത് മറക്കാൻ പറ്റില്ല.